നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ പല സുഹൃത്തുക്കളും സബ്സ്ക്രൈബേഴ്സും ഒക്കെ ചോദിക്കുന്ന ഒരു കാര്യമാണ്, കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നാണല്ലോ ചാനലിന്റെ പേര്. എന്നിട്ട് കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളൊന്നും അധികം ചെയ്യാത്തത് എന്താണ്? കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകൾ ഞാൻ സ്റ്റാർട്ടിംഗ് ടൈമിൽ യൂട്യൂബ് തുടങ്ങിയ സമയത്ത് എനിക്ക് തോന്നുന്നു 8-9 വർഷം മുമ്പ് കൂടുതലും കമ്പ്യൂട്ടർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോകളായിരുന്നു ചെയ്തിരുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അന്ന് കമ്പ്യൂട്ടർ ആൻഡ് മൊബൈൽ ടിപ്സ് എന്നൊരു പേര് ചാനലിന് വെച്ചത്. അതിനുശേഷം ഇത്രയും നാളുകൾ ഇങ്ങനെ മാറി വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ സാഹചര്യത്തിനനുസരിച്ച് കണ്ടന്റുകളിൽ മാറ്റം വരുത്തി ഇപ്പം കൂടുതലും അൺബോക്സിംഗ് വീഡിയോകളാണ് ചെയ്യുന്നത്. അതിനോടൊപ്പം തന്നെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റു കണ്ടന്റുകളും നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട്, ടിപ്സും ട്രിക്സും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ കമ്പ്യൂട്ടറിന് സോഫ്റ്റ്വെയറുകൾ പരിചയപ്പെടുത്തുക അല്ലെങ്കിൽ കമ്പ്യൂട്ടറിന്റെ ടിപ്സും ട്രിക്സും ഒക്കെ പറയുക, അതിനെക്കുറിച്ച് ഉള്ള കണ്ടന്റുകൾ വളരെ കുറവാണ്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുടെ ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ബാക്കപ്പ് എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടറിന്റെ ഒരു ഡ്രൈവിന്റെ ബാക്കപ്പ് എങ്ങനെയാണ് എടുക്കുന്നത്, അല്ലെങ്കിൽ ഒരു സിസ്റ്റം ക്ലോൺ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മനസ്സിലാക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിനായിട്ട് വലിയ ടെക്നിക്കൽ നോളജ് ഒന്നും വേണ്ട, വളരെ ഈസി ആയിട്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ നമുക്കൊന്ന് പരിചയപ്പെടാം. AOMEI എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട്. വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് AOMEI ബാക്കപ്പർ കിട്ടും. ഇത് ഫ്രീ ആയിട്ടുള്ളത് കൊണ്ട് പ്രോ വേർഷൻ ഉണ്ട്. ഫ്രീ വേർഷനിൽ നമുക്ക് കുറച്ച് ഫീച്ചേഴ്സ് ലഭിക്കത്തുള്ളൂ. പ്രോ വേർഷനിലേക്ക് പോകുമ്പോൾ കുറെ അധികം ഫീച്ചേഴ്സ് ലഭിക്കും. ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. 50-ലധികം ഫീച്ചേഴ്സ് ഇതിലുണ്ട്. നമ്മുടെ കമ്പ്യൂട്ടറുമായിട്ട് ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ഒറ്റ സോഫ്റ്റ്വെയറിൽ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഈ AOMEI എന്ന് പറയുന്ന ബ്രാൻഡ് വളരെ ഫേമസ് ആണ്. ഇതേപോലെ സിസ്റ്റം റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കപ്പ്, റീസ്റ്റോർഡ്, പാർട്ടിഷന്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അവർ ഒരുപാട് പഠനങ്ങൾ നടത്തി ഒരുപാട് ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ആളുകൾക്ക് സിസ്റ്റം വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാനായിട്ട്, ഇതിനെക്കുറിച്ച് വലിയ നോളജ് ഇല്ല എന്നുണ്ടെങ്കിലും വളരെ ഈസി ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറേയധികം ടൂൾസ് ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ഒരു ടൂളാണിത്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഈ ഡൗൺലോഡ് ഫ്രീ വെയർ എന്നുള്ള ഈ ഒരു ഓപ്ഷനെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്തതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത് നിങ്ങൾക്ക് അറിയാമല്ലോ. ജസ്റ്റ് അത് ആ ഒരു ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാൻ എൻ്റെ കമ്പ്യൂട്ടറിൽ ഈ ഒരു സോഫ്റ്റ്വെയർ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ഇവിടെ വന്നിട്ടുണ്ട് AOMEI ബാക്കപ്പർ എന്ന് പറഞ്ഞ്. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് ഞാനിത് ഓപ്പൺ ആക്കിയാണ്. ഓപ്പൺ ആയി കഴിയുമ്പോൾ ഇതേപോലെ വളരെ മിനിമൽ ആയിട്ടുള്ള, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നമുക്ക് കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഈ സോഫ്റ്റ്വെയറിൽ എന്തൊക്കെ ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ളതൊന്ന് മനസ്സിലാക്കണം. കാരണം എപ്പോഴെങ്കിലും നമുക്ക് ഇതൊക്കെ ആവശ്യം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ 50-ലധികം ഫീച്ചേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് പലപ്പോഴും ഈ ഒരു സോഫ്റ്റ്വെയറിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടോ എന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അപ്പം ജസ്റ്റ് ഞാനിതൊന്ന് പെട്ടെന്ന് പറഞ്ഞു തരാം. ഇതിന്റെ ഒരു ഓവർവ്യൂ, എന്തൊക്കെ ഫീച്ചേഴ്സ് എവിടെയൊക്കെയാണ് നൽകിയിട്ടുള്ളത്. ഹോം എന്ന് പറയുന്ന സെക്ഷനിൽ സിങ്ക്, ന്യൂ ബാക്കപ്പ്, അങ്ങനെ 2 ഓപ്ഷൻസേ ഉള്ളൂ. പക്ഷേ ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയധികം കാര്യങ്ങൾ ഇവിടെ തന്നെ ചെയ്യാൻ സാധിക്കും. അതായത് ബാക്കപ്പ് സെക്ഷനിൽ ഇവിടെ നമുക്ക് സിസ്റ്റം ബാക്കപ്പ് ചെയ്യാം, ഡിസ്ക് ബാക്കപ്പ് ചെയ്യാം, പാർട്ടീഷൻ ബാക്കപ്പ് ചെയ്യാം, ഫയൽ ബാക്കപ്പ്, ഇമെയിൽ ബാക്കപ്പ്, ഔട്ട്ലുക്ക് ബാക്കപ്പ്, ക്ലൗഡ് ബാക്കപ്പ്, ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതായത് നമ്മുടെ സിസ്റ്റം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലൗഡിലായിട്ട് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അത് ഞാൻ ചെയ്യണമെന്ന് പറയുന്നില്ല, അതിന്റെ ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്യുക. അതല്ലാതെ നിങ്ങൾക്ക് സിസ്റ്റം ബാക്കപ്പോ, ഡിസ്ക് ബാക്കപ്പോ, പാർട്ടീഷൻ ബാക്കപ്പോ ഒക്കെ നമുക്ക് മറ്റേതെങ്കിലും ഡിവൈസ് SSD-യിലേക്കോ അല്ലെങ്കിൽ HDD-യിലേക്കോ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കോ ഒക്കെ ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ചെയ്യുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് താഴെയായിട്ടുള്ള ഓപ്ഷനാണ് സിങ്ക്. സിങ്കിൽ നമുക്ക് ബേസിക് സിങ്ക് ഉണ്ട്, മിറർ സിങ്ക് ഉണ്ട്, റിയൽ ടൈം സിങ്ക്, 2-വേ സിങ്ക്, അങ്ങനെ കുറെ ഓപ്ഷൻസ് നൽകിയിട്ടുണ്ട്. ഇനി റീസ്റ്റോറിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ബാക്കപ്പ് എടുത്തിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടല്ലോ, ബാക്കപ്പ് ഇമേജ് നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണ് ആ ഒരു പ്രോസസ്സിംഗ് ചെയ്യുന്നതെന്നുള്ള ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിന് താഴെയാണ് ക്ലോൺ എന്ന് പറയുന്ന ഓപ്ഷൻ. ഈ ക്ലോണിൽ നമ്മുടെ സിസ്റ്റം അതേപോലെ നമുക്ക് മറ്റൊരു സിസ്റ്റത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്ക് മാത്രമായിട്ട് ക്ലോൺ ചെയ്യാൻ പറ്റും, പാർട്ടിഷൻ മാത്രമായിട്ടും ക്ലോൺ ചെയ്യാൻ പറ്റും. എങ്ങനെയാണ് ഒരു ഡിസ്ക് ക്ലോൺ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട്. ഇതിന് താഴെയായിട്ട് ടൂൾസ് എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്. ഇവിടെ നോക്കിക്കോളൂ, ഇവിടെയും കുറേ ടൂൾസ് നമുക്ക് ലഭിക്കുന്നുണ്ട്. ആദ്യത്തെ ടൂൾ നോക്കിയോ, Windows 11 അപ്ഡേറ്റ് ചെക്കർ. Windows 11 അപ്ഡേറ്റ് വല്ലതും ഉണ്ടോ എന്ന് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം. ബൂട്ടബിൾ മീഡിയ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് ISO ഫയൽ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമുക്ക് ബൂട്ടബിൾ പെൻഡ്രൈവോ ഒക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് പുതിയ ഒരു വിൻഡോസോ OSോ മറ്റോ നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഇവിടെ നിന്ന് ചെയ്യാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ റിക്കവറി എൻവയോൺമെന്റ്, ഡിസ്ക് വൈപ്പ്, നോട്ടിഫിക്കേഷൻ സെറ്റിംഗ്, സ്റ്റോറേജ് മാനേജ്മെന്റ്, അങ്ങനെ കുറേയധികം ക്രിയേറ്റ് പാർട്ടീഷൻ വേർഷൻ, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഇവിടെ നൽകിയിട്ടുണ്ട്. ഇമ്പോർട്ട്, എക്സ്പോർട്ട്, കോൺഫിഗറേഷൻ, ഇതെല്ലാം നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. ഇതിനെക്കുറിച്ച് പറഞ്ഞു പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഓപ്ഷൻസ് ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയാനായിട്ട് നിൽക്കുന്നില്ല. നമുക്ക് ജസ്റ്റ് ഈ ബാക്കപ്പ് എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വരാം. ഇവിടെ സിസ്റ്റം ബാക്കപ്പിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഫയലുകളും, അതായത് ഇപ്പൊ എന്റെ ഈ സിസ്റ്റത്തിന്റെ ഈ ഒരു അവസ്ഥയുണ്ടല്ലോ, ഇതിൽ എന്തൊക്കെ സോഫ്റ്റ്വെയറുകൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒറ്റയടിക്ക് ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് സിസ്റ്റം ബാക്കപ്പ് എന്ന് പറയുന്നത്. ഇവിടെ നിങ്ങൾ നോക്കിക്കൊള്ളുക, ഇവിടെ C ഡ്രൈവ്, അതേപോലെ തന്നെ അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള മറ്റ്
ഡ്രൈവുകളും പാർട്ടീഷൻസുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ജസ്റ്റ് നമുക്ക് ബാക്കപ്പ് ചെയ്യേണ്ട പാത്ത് ഇവിടെ ഒന്ന് സെലക്ട് ചെയ്ത് ലോക്കൽ പാത്തിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എവിടേക്കാണോ ഇത് ബാക്കപ്പ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് ഇവിടെ സ്റ്റാർട്ട് ബാക്കപ്പിൽ നിന്ന് ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് സിസ്റ്റം അല്ല ബാക്കപ്പ് ചെയ്യേണ്ടത്, ഒരു ഡിസ്ക് ആണ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസ്ക് ബാക്കപ്പ് എന്നുള്ള ഓപ്ഷനിലേക്ക് വരിക. ഇവിടെ കുറെ ഡിസ്കുകളുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് വേണമെന്നുണ്ടെങ്കിലും ബാക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ നിങ്ങൾ നോക്കിക്കൊള്ളുക, എന്റെ കമ്പ്യൂട്ടറിലെ എല്ലാ ഡിസ്ക് പാർട്ടീഷൻസും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ദിസ് പി സി ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഈ കാണിച്ചിരിക്കുന്ന എല്ലാ പാർട്ടീഷൻസും നമുക്ക് ഇവിടെ ഈ സോഫ്റ്റ്വെയറിനുള്ളിലും കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഞാൻ ഏതെങ്കിലും ഒരു ഡിസ്കിന്റെ ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പോവുകയാണ്. നമുക്ക് ഈ ഒരു ഡിസ്ക് ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഇതിന്റെ ഒരു ബാക്കപ്പ് എനിക്ക് ക്രിയേറ്റ് ചെയ്യണം. ഞാൻ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക് ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതിന്റെ ഒരു ബാക്കപ്പ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അതിനായിട്ട് ഞാൻ ഈ ഒരു ഡ്രൈവ് സെലക്ട് ചെയ്തു. അതിനുശേഷം ജസ്റ്റ് ആഡ് എന്നുള്ള ബട്ടനെ ക്ലിക്ക് ചെയ്തു. ഇനി ഇവിടെ ഈ ഒരു ബട്ടനെ ക്ലിക്ക് ചെയ്ത് സെലക്ട് പാത്തിൽ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ദിസ് പി സിയിൽ വന്നിട്ട് നമുക്ക് എവിടോട്ടാണോ ഈ ഒരു ഫയല് ഇമേജ് ബാക്കപ്പ് ചെയ്യേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യണം. ഞാൻ ഇവിടെ സെഗേറ്റ് എന്നുള്ള ഈ ഒരു ഡ്രൈവിലേക്ക് ഈ ഒരു ബാക്കപ്പ് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഞാനത് സെലക്ട് ചെയ്തു. അതിനുശേഷം ഇവിടെ സ്റ്റാർട്ട് ബാക്കപ്പ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ എന്റെ ആ ഒരു സിസ്റ്റത്തിന്റെ ഡ്രൈവ് മാത്രമായിട്ട് ബാക്കപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇത് ബാക്കപ്പ് ആകുന്നത് എവിടേക്കാണ്? എന്റെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കാണ്. ഇനി ഏതെങ്കിലും സമയത്ത് എനിക്ക് ആ ഒരു ഡ്രൈവിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലേ ഫയൽ ക്രാഷ് ആയി പോവുകയോ നഷ്ടപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് വളരെ ഈസി ആയിട്ട് ആ ഫയലുകൾ റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും, റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതുകൂടെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരാം. ഇവിടെ നോക്കുക, പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആയി. അതിന് കാരണം നമ്മളിപ്പം ബാക്കപ്പ് ചെയ്ത ആ ഒരു ഡ്രൈവ് ഉണ്ടല്ലോ, അതിനുള്ളിൽ അധികം ഫയലുകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് പെട്ടെന്ന് ബാക്കപ്പ് ആയത്. ഫയൽ അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ ഡ്രൈവിന്റെ വലിപ്പം അനുസരിച്ച് ഈ പ്രോസസ്സിംഗിന്റെ ടൈമും കൂടും. അപ്പൊ നമുക്ക് ഈ ഒരു പ്രോസസ്സിംഗ് കംപ്ലീറ്റ് ചെയ്ത് ഇനി ഫിനിഷ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ബാക്കപ്പ് മാനേജ്മെന്റിൽ ഇവിടെ ഒരു ഫയൽ ഇവിടെ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇവിടെ ഈ 3 വരയിൽ ക്ലിക്ക് ചെയ്തിട്ട് റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു ഫയൽ ഇനി റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ റീസ്റ്റോർ എന്നുള്ള ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് സെലക്ട് ഇമേജിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം ഇവിടെ നമ്മുടെ ദിസ് പി സിയിൽ വരണം. അതിനുശേഷം നമ്മൾ എവിടേക്കാണോ ഈ ഒരു ബാക്കപ്പ് എടുത്തത് ആ ഒരു ഫോൾഡർ ഓപ്പൺ ആക്കുക. അതിനുശേഷം ഡിസ്ക് ബാക്കപ്പ് എന്നുള്ള ഈ ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഡിസ്ക് ബാക്കപ്പ് എന്ന് പറയുന്ന ആ ഒരു ഫയൽ ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് ഇവിടെ കാണാൻ സാധിക്കും. ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓപ്പൺ ചെയ്ത് സെലക്ട് ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യണം. ഇവിടെ ഇങ്ങനെ ഒരു വാർണിംഗ് വരും. അതിനുശേഷം അത് ഓക്കെ കൊടുക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും സോഴ്സ് ഡിസ്കും ഡെസ്റ്റിനേഷൻ ഡിസ്കും സെയിം തന്നെയാണ്. കാരണം പ്രത്യേകിച്ച് മാറ്റമൊന്നുമില്ല. ഞാൻ വേറെ ഫയലിലേക്ക് ചേഞ്ച് ചെയ്യുക അല്ലെങ്കിൽ ഈ ഫയലിൽ ചേഞ്ചസ് വരുത്തി ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ട് റീസ്റ്റോറിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. ആ ഒരു ഡിസ്ക് നമ്മൾ ബാക്കപ്പ് ചെയ്തത് മൊത്തം വളരെ ഈസി ആയിട്ട് നമുക്ക് റീസ്റ്റോർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഈ ഒരു പ്രോസസ്സിംഗ് നടക്കുകയാണ്. റീസ്റ്റോർ ആകാൻ കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പൊ ഈ ഒരു പ്രോസസ്സിംഗ് 100% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഫിനിഷിൽ ക്ലിക്ക് ചെയ്തു. ഇത്രയും കാര്യങ്ങൾ വളരെ ഈസി ആയിട്ട് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും സാധിക്കും. ഇനി ഞാൻ ദിസ് പി സി ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ സെഗേറ്റിന്റെ ആ ഒരു ഫയൽ നമ്മൾ ബാക്കപ്പ് ചെയ്തത് ഇവിടെ ഉണ്ടോ എന്ന് നോക്കാം. ഇവിടെ ആ ഒരു ഫയൽ നമ്മുടെ എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിൽ കിടപ്പുണ്ട്. ഏത് സമയത്തും നമുക്ക് നമ്മൾ ആ ഒരു ബാക്കപ്പ് എടുത്ത സമയത്ത് എങ്ങനെയായിരുന്നു ആ ഒരു ഡ്രൈവ് ഉണ്ടായിരുന്നത് അതേ രീതിയിൽ എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ഫയൽ ഈ ഒരു ഇമേജ് ഫയലിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബാക്കപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ ഏറ്റവും വലിയൊരു പ്രയോജനം. ഇനി നമുക്ക് ഇതിലെ ക്ലോൺ എന്ന് പറയുന്ന ഈ ഒരു സെക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സിസ്റ്റം ക്ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. നമ്മുടെ സിസ്റ്റത്തിന്റെ എല്ലാ ഫയലുകളും നമുക്ക് വളരെ ഈസി ആയിട്ട് ക്ലോൺ ചെയ്ത് ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്ക് എടുക്കുന്നു. അതിനുശേഷം അത് നമ്മൾ മറ്റൊരു സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ട് വളരെ ഈസി ആയിട്ട് നമുക്കത് ക്ലോൺ ചെയ്ത് വേറൊരു സിസ്റ്റം ആക്കി മാറ്റാനായിട്ട് സാധിക്കും. അത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഡിസ്ക് ക്ലോൺ തന്നെ ഒന്ന് സെലക്ട് ചെയ്യുകയാണ്. അതിനുശേഷം ഞാനിവിടെ ഈ ഒരു ഡിസ്ക് സെലക്ട് ചെയ്ത് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും സോഴ്സ് ഡിസ്ക്, അതിന്റെ സൈസ് എത്രയാണ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഡെസ്റ്റിനേഷൻ ഡിസ്കിന്റെ സൈസ് എത്രയാണ് അതും കാണിച്ചിട്ടുണ്ട്. സ്റ്റാർട്ട് ക്ലോണിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പൊ ഇവിടെ ക്ലോൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കംപ്ലീറ്റ് ആകാൻ കുറച്ച് സമയം എടുക്കും. ഇത് കംപ്ലീറ്റ് ആയി കഴിയുമ്പോൾ നമുക്കൊരു കോപ്പി ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അതായത് നമ്മളിപ്പോ സെലക്ട് ചെയ്ത ആ ഒരു ഡ്രൈവിന്റെ ഒരു കോപ്പി നമുക്ക് കിട്ടും. ആ കോപ്പി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ മറ്റൊരു സിസ്റ്റത്തിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്ലോൺ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പൊ അതാണ് ഈ ഒരു ക്ലോൺ എന്ന് പറയുന്ന ഫീച്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിൽ നമുക്ക് സിസ്റ്റവും ക്ലോൺ ചെയ്യാം, ഡ്രൈവുകളും ക്ലോൺ ചെയ്യാം. ഇപ്പൊ ഈ ക്ലോൺ പ്രോസസ്സിംഗും കംപ്ലീറ്റ് ആയി ഫിനിഷിൽ ക്ലിക്ക് ചെയ്തു. നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ബാക്കപ്പ് ചെയ്യാനും റീസ്റ്റോർ ചെയ്യാനും ക്ലോൺ ചെയ്യാനും സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇവിടെ ഡിസ്ക് ക്ലോൺ അല്ല പാർട്ടിഷൻ ക്ലോൺ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഇവിടെ നിന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ ഇതല്ലാതെ ഞാൻ ഈ പറഞ്ഞ പോലെ കുറേയധികം ടൂൾസ് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ ലഭിക്കും. ഏത് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഉപയോഗിച്ച് നോക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ ഫ്രീ വെർഷനിൽ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇനി പ്രോ ലെവലിൽ നിങ്ങൾക്ക് കുറേയധികം കാര്യങ്ങൾ സിസ്റ്റത്തിൽ ചെയ്യാനുണ്ടെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യേണ്ടതായിട്ട് വരും പ്രോ വെർഷന്. ഇതിന്റെ ഇയർലി ലൈഫ് ടൈം, അതേപോലെ തന്നെ പ്രോ ഫാമിലി ലൈഫ് ടൈം, അങ്ങനെ കുറെ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണോ ആവശ്യം അതിനനുസരിച്ച് ഇവിടെ നിന്ന് വേണമെന്നുണ്ടെങ്കിൽ ബൈ ചെയ്യാനും സാധിക്കും. അപ്പൊ ഞാൻ ഈ കാണിച്ചു തന്ന രീതിയിൽ ഈ ഒരു പ്രോസസ്സിംഗ് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നിങ്ങൾക്ക് ക്ലൗഡിലേക്കൊക്കെ ബാക്കപ്പ് ചെയ്യണോ വേണ്ടോ എന്ന് അത് ഞാൻ പറഞ്ഞു തരത്തില്ല. കാരണം അത് നിങ്ങളുടെ ഇഷ്ടമാണ്. എവിടേക്ക്
ബാക്കപ്പ് ചെയ്യണം, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ ഒരിക്കലും അങ്ങനെ ഇതുവരെ എൻ്റെ സിസ്റ്റമോ അല്ലെങ്കിൽ ഡ്രൈവോ ഒന്നും ക്ലൗഡിലേക്ക് ബാക്കപ്പ് ചെയ്തെടുത്തിട്ടില്ല. എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് ഇതേപോലെ ഒരു എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്കിലേക്കോ മറ്റോ ഒന്ന് മാറ്റിയെടുക്കും, ബാക്കപ്പ് ചെയ്തെടുക്കുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കാരണം പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഹാർഡ് ഡിസ്ക് കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് റീസ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കുമല്ലോ. അതിനാണ് ഞാൻ അങ്ങനെ ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിംഗ് ഒക്കെ ആവശ്യമുള്ളവർ മാത്രം ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, ആ ലിങ്കിൽ നിന്ന് നിങ്ങൾക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം. ഒരു പ്രാവശ്യം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് വീഡിയോയുടെ താഴെ കമന്റുകളായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതേപോലെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് കണ്ടന്റുകൾ മുമ്പോട്ടുള്ള ദിവസങ്ങളിലും അപ്ലോഡ് ചെയ്യും. അതിനോടൊപ്പം തന്നെ ഒരുപാട് അൺബോക്സിംഗ് വീഡിയോകൾ നമ്മൾ ടെക് റിലേറ്റഡ് ആയിട്ടുള്ളത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ആ വീഡിയോകളൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഈ അടുത്തിടെയായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്ക് ലൈക്കും കമന്റും വളരെ കുറവാണ്. അപ്പോൾ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക, അതേപോലെ തന്നെ കമന്റ് ചെയ്തുകൊണ്ട് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. ഇതിലും നല്ലൊരു അറിവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.